നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,530 ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് തുലാമാസം 30-ാം തീയതിയാണ് 1201 ആണ്ട്. ശകവർഷം 1947. കാർത്തിക മാസം 25-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ 16-ാം തീയതിയാണ്. ഇത് കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്. രാത്രിയിൽ 4:47 വരെയുള്ള സമയത്താണ് ദ്വാദശിയുള്ളത്. തുടർന്ന് ത്രയോദശി ആരംഭിക്കുന്നു. നക്ഷത്രം വരുന്നത് അത്തം നക്ഷത്രമാണ്. രാത്രി 2:10 വരെ, വെളുപ്പിന് 2:10 വരെയുള്ള സമയത്ത് അത്തം നക്ഷത്രം, പിന്നീട് ചിത്തിര നക്ഷത്രമാണ്. കരണം പന്നിക്കരണമാണ്. ഉച്ചകഴിഞ്ഞ് 3:40 വരെയുള്ള സമയത്താണ് പന്നിക്കരണം. നിത്യയോഗം വരുന്നത് വിഷ്കംഭ നാമ നിത്യയോഗമാണ്. അത് 6:46 വരെ മാത്രമാണ് ഈ നിത്യയോഗമുള്ളത്. ഞാറ്റുവേല വിശാഖം ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണായനമാണ്. ഇന്ന് ദിവസം ഞായർ. സൂര്യൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:21:47 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 5:55:29 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 33 42 ഇത് മധ്യകേരളത്തിലേതാണ്. ഈ ദിനമാനവും ഉദയാസ്തമയങ്ങളും പറഞ്ഞിട്ടുള്ളത് ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വടക്കോട്ടും തെക്കോട്ടും മാറുന്നതനുസരിച്ച് ഉണ്ടാകുന്നതാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്നത് വൈകിട്ട് 4:28 തുടങ്ങി 5:55 വരെയുള്ള സമയത്താണ്. ഗുളികകാലം ഉച്ചകഴിഞ്ഞ് 3:02 തുടങ്ങി 4:28 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം 12:08 തുടങ്ങിയിട്ട് 1:35 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:44 മുതൽക്ക് 12:06 വരെയും, തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:10 മുതൽക്ക് 12:32 വരെ ആണ് അഭിജിത്ത് മുഹൂർത്തം. സാധാരണ പറയുന്നത് 11:44 മുതൽക്ക് 12:32 വരെ എന്നാണ്. എന്നാൽ മധ്യം സന്ധി ആകയാൽ 4 മിനിറ്റ് ഇവിടെ വർജിക്കുന്നു എന്നുള്ളതാണ്. അഭിജിത്ത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്നേ ദിവസം തന്നെ ചെയ്തെടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊരു മുഹൂർത്തമായിട്ട്, ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കുംഭക്കൂറുകാർക്കാണ്. അവിട്ടത്തര, അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരുരുട്ടാതി, മുക്കാല് പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവർക്ക് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്ന ദിവസമാകയാൽ ഇന്ന് അവർക്ക് ദിവസം അനുകൂലമല്ല. നൂതനമായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കമിടുക, പ്രധാനപ്പെട്ട യാത്രകൾ, ഇതൊക്കെയും അവർ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് അത്തം നക്ഷത്രം ആണ്. ശുഭകർമ്മങ്ങൾക്കൊക്കെയും അനുകൂലമാണ്. യാത്ര, വിദ്യാരംഭം തുടങ്ങുക, വിവാഹം നടത്തുക, ഭൂഷണാദികൾ, നൂതനമായിട്ടുള്ള ഭൂഷണം ധരിക്കുക, ഗൃഹാരംഭം, ദേവപ്രതിഷ്ഠ മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും അത്തം നക്ഷത്രം അനുകൂലമാണ്. എന്നാൽ കൃഷ്ണപക്ഷ ദ്വാദശിയാണ്. അത് വിവാഹാദി കാര്യങ്ങൾക്കും ഒക്കെ അനുകൂലമാണ്. എന്നാൽ യാത്ര വർജ്യമാണ്. അതുപോലെ തേച്ചുകുളിയും കൃഷ്ണപക്ഷത്തിലെ ദ്വാദശിയുടെ അന്ന് വർജ്യമാണ്. നമസ്കാരം.